എൻ്റെ സുന്ദരന്മാരും സുന്ദരികളെ ഓടി വരുവിൻ, നമുക്ക് അടുക്കളയിലോട്ട് ഒരു ഓട്ടപ്പാച്ചിൽ നടത്തിയിട്ട് വരാം. എല്ലാവരും ഓടി വാ. ഞാനിത് രാവിലെ തന്നെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ സാമ്പാർ വയ്ക്കാം കേട്ടോ. രാവിലെ ഒരു സാമ്പാർ വെച്ചാൽ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായി, ഉച്ചക്കലത്തെ ലഞ്ചായി, എല്ലാത്തിനും അത് മതി. പിന്നെ നമ്മളെ മൂവാണ്ടൻ ചട്ടിയിൽ വെച്ചിരിക്കുന്നത് എന്താ പറയുക, മുട്ടയാണ് കേട്ടോ. മുട്ട പുഴുങ്ങായിട്ടിരിക്കുന്നതാണ്. അങ്ങനെ സാമ്പാർ ഇതേ അടുപ്പിൽ വെച്ചു. പിന്നെ കുറച്ച് ചൂടുവെള്ളം അങ്ങ് കുടിച്ചേക്കാം. രാവിലെ കുറച്ച് ചൂടുവെള്ളം അങ്ങ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒരു 2 ഗ്ലാസ് വെള്ളം അങ്ങ് കുടിക്കാമെന്ന് കരുതി. ഇടയ്ക്കിടയ്ക്കൊക്കെ വരണതാണ് കേട്ടോ ഈ ഒരു ചെറിയ ചെറിയ രീതിയിലുള്ള അനുഗ്രഹങ്ങൾ. അങ്ങനെ എൻ്റെ കുമ്പാരന്മാർക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ സ്നേഹാന്വേഷണം. ഞാൻ രാവിലെ ഇന്ന് കുറച്ച് കലാപരിപാടികളാണ് കേട്ടോ ഇന്നത്തെ കുച്ചിപ്പുടി, നാടകം, ഭരതനാട്യം, മോഹിനിയാട്ടം, നാടോടി നൃത്തം, ഇതെല്ലാം നിങ്ങൾ കാണണം. കണ്ടെന്നെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പം നാടോടി നൃത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കുറച്ച് ചക്കയൊക്കെ കൊണ്ട് ഞാൻ ഫ്രിഡ്ജിനകത്ത് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെൻ്റെ വീട്ടിലെ ചക്ക തന്നെ കേട്ടോ. ഞാൻ കുറച്ചെടുത്ത് ഇന്നലെ അവിച്ചതിൻ്റെ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇതിനെല്ലാം പറക്കിയപ്പോഴത്തേക്കും മീൻ ഇവിടെ കൊണ്ടുവരുന്ന മീൻകാരനെ നോക്കിയപ്പോൾ മീൻ കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഇന്ന് ചന്തയിൽ പോയിരുന്നു കേട്ടോ. ചന്തയിലൊക്കെ പോയി മീനൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടാണ് ബാക്കി പരിപാടി. അത് ഞാൻ വഴിയെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോഴെൻ്റെ ഈ ഭരതനാട്യം നിങ്ങളൊന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഇത് ചക്കയൊക്കെ കൊത്തി പറക്കി ചക്ക എൻ്റെ സ്വന്തം ചക്കയാണെന്ന് പോലും നോക്കാതെ ഞാൻ കരാമ്പുരാൻ അതിനെ വെട്ടി കണ്ടം തുണ്ടാക്കുന്നതാണ്. നിങ്ങളെല്ലാവരും വീഡിയോ കാണുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ടേക്ക് വിടുക കേട്ടോ. ഞാൻ കുറച്ച് ദിവസം ഇൻസ്റ്റാഗ്രാമിൽ അങ്ങ് സ്ഥിരതാമസമായപ്പോഴും വീഡിയോ ഇടാൻ മറന്നുപോയി. രാവിലെ പിന്നെ കാപ്പിക്ക് ഇന്നൊരു കുറുമക്കറി അങ്ങ് വയ്ക്കാമെന്ന് വിചാരിച്ചു. അതിലേക്ക് വേണ്ടി കുറുമ ഒന്ന് കലക്കി റെഡിയാക്കി അതിലേക്ക് ഉരുളൻ കിഴങ്ങും നമ്മളെ ഗ്രീൻ പീസ്, നമ്മളെ ചുണ്ടൻകടല ഇതെല്ലാം ആവശ്യം റെഡിയാക്കി ഉരുളനിട്ടു. അത് കഴിഞ്ഞ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് സംഭവം കിട്ടില്ല. പിന്നെ നമ്മൾ ഈ ചക്ക വെട്ടിയപ്പോൾ ചക്കയുടെ കുറച്ച് പൂഞ്ചെടുത്തൊരു പൂഞ്ച് തോരൻ വെച്ചു കേട്ടോ. പണ്ടത്തെ പോലെ നല്ല കുറച്ച് ഉള്ളിയും പൂഞ്ചും തേങ്ങ അരിഞ്ഞതും ഒക്കെ കൂടെ ഇട്ട് നല്ലവണ്ണം പൂഞ്ച് തോരൻ അടിപൊളിയാണ്, സൂപ്പറായിരുന്നു. അങ്ങനെ പൂഞ്ച് തോരൻ വെച്ചു. അതൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ട് ഞാൻ ഓടിയത് എവിടത്തേക്കാണ്, ചന്തയിൽ. അങ്ങനെ ചന്തയിൽ പോയപ്പോൾ നല്ല കണവ മീൻ, നിങ്ങളുടെ കൂന്തളായിരിക്കുമല്ലേ, ഞങ്ങളുടെ കണവ മീൻ കിട്ടി. കുറേ ദിവസമായിട്ട് ഇത്രയും വലിയ കണവയെ കിട്ടി. അങ്ങനെ കുറച്ച് കണവയും ചൂരയും അതിലേക്ക് ഇന്ന് കുറച്ചധികം മീനൊക്കെ ഞാൻ വാങ്ങിച്ചു. ഇവിടെ കഴിക്കാൻ ഇന്ന് 2-3 ദിവസത്തേക്ക് ആളുണ്ട്. എല്ലാവരുടെയും എണ്ണങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും മീൻ ആവശ്യമാണ്. അങ്ങനെ ഞാൻ കുറച്ചധികം മീനൊക്കെ വാങ്ങിച്ചു. 2-3 ദിവസത്തേക്ക് കണക്കാക്കിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരാത്ത രീതിയിൽ നമ്മൾ കുറച്ച് മീനൊക്കെ കൂടി വാങ്ങിച്ചിട്ട് വരും. അപ്പോൾ ഒരു 3 ദിവസത്തേക്കുള്ള മീനെ വന്നപ്പോഴേക്കും എന്താ ചെയ്യാമെന്ന് പറയുമ്പോൾ എൻ്റെ ഭരതനാട്യം അങ്ങോട്ട് സഹിക്കാൻ പോയത്. എൻ്റെ കറണ്ട് അതോ വഴി അങ്ങ് പോയി. പിന്നെ നമ്മൾ തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഴയ പല്ലവി തന്നെ നമുക്ക് അമ്മിയിൽ അരച്ച് പറക്കി അങ്ങ് എടുക്കാമെന്ന് കരുതി. നമ്മൾ കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നാളെ കറണ്ട് വരുന്നവരെ നോക്കി നിൽക്കുന്ന പരിപാടിയേ ഇല്ല. അമ്മി നമ്മളെപ്പോഴും കഴുകി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ഒരു കുളിപ്പിച്ചിട്ട് നമ്മളത് അവരെ അരച്ച് പറക്കി എടുത്തു കഴിഞ്ഞു. അപ്പോഴേക്കും മീനിൻ്റെ ഒരു ടേസ്റ്റേ ഒന്ന് പറയാതിരിക്കാൻ വേഗം. ഇടയ്ക്കൊക്കെ ചെയ്യണുണ്ട്. അതിപ്പം കുറച്ച് ദിവസം കൊണ്ട് വീഡിയോ ഇടാത്തതുകൊണ്ടാണ്. അമ്മിയിലിടയ്ക്കാൻ ചില ദിവസങ്ങളിൽ അങ്ങ് മടിക്കാതിരിക്കുക. അമ്മി ഉണ്ടെങ്കിൽ അമ്മീനെ അരയ്ക്കുക. അതാണ് നല്ല എന്താ ടേസ്റ്റിൽ, എന്താ മണം, അരച്ചെടുക്കുമ്പോഴുള്ള മണം സഹിക്കാൻ വയ്യ. പിന്നെ എല്ലാം അരച്ച് പറക്കിയിട്ട് നമുക്ക് അമ്മിയെ ഒന്ന് ഉരുട്ടി പറക്കിയെടുത്ത് അതിലെ വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി അരപ്പ് വെള്ളവും കൂടെ ഒഴിക്കുമ്പം സംഭവം ബഹുലമാവും. അമ്മീയുടെ മണവും കല്ലിൻ്റെ മണവും കൂട്ടിൻ്റെ മണവും എല്ലാം കൂടി ആകുമ്പോൾ അടിപൊളിയാണ്. അങ്ങനെ ഞാനത് മീനിനൊക്കെ അരച്ച് പറക്കി റെഡിയാക്കി എടുത്തു. അങ്ങനെ നമുക്ക് ചക്ക വെച്ച് കഴിഞ്ഞു, സാമ്പാർ വെച്ചു, പൂഞ്ചു തോരൻ വെച്ചു, പിന്നെ മാങ്ങ അച്ചാറുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്കിൻ്റെ ബാക്കി നമ്മൾ അത്യാവശ്യമുള്ള മീൻ എടുത്തിട്ട് ബാക്കി മീനിനെയൊക്കെ പറക്കി അങ്ങ് ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം. അത്യാവശ്യം കുറച്ച് മീനെടുത്ത് ഫ്രൈ ചെയ്യണം, കുറച്ചെടുത്ത് കറി വയ്ക്കണം. ചൂരക്കറിയാണ് വയ്ക്കാം. നമ്മുടെ നാളെ കണവക്കറി ഉണ്ടാക്കും. പക്ഷേ കണവക്കറി ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം കൂടുമ്പോൾ വീഡിയോ എടുക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് കേട്ടോ. കണ്ടല്ലോ കണവ, 4 കണവ 200 രൂപയാണ് കേട്ടോ. അങ്ങനെ കണവയൊക്കെ വാങ്ങിച്ചു, സൂപ്പറായിരുന്നു. അങ്ങനെ മീനിനെ കരച്ച് കലക്കി അടുപ്പിൽ വെച്ചു. ഇനി നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ഇദ്ദേഹത്തിന് നമ്മുടെ കഥകളിക്കാരനെ
കഥകളി കളിക്കുമ്പം കുറച്ച് ആൾക്കാരെ കൂടി വേണമെന്ന് പറഞ്ഞു. ആൾക്കാരുടെ എണ്ണം കുറവാണ്. അതുകൊണ്ട് ഞാൻ പോയി നമ്മളെ തക്കാളിക്കുട്ടനെയും മുരിങ്ങക്കക്കുട്ടനെയൊക്കെ കൂടി അരിഞ്ഞ് പറക്കി ഒരു പച്ചമുളക് ചേച്ചിയും കൂടി അരിഞ്ഞു കൊണ്ടത് നമുക്കിതിനകത്തുണ്ട്. അതിലേക്കാണ് ഞാൻ ദേ പോയിതാ വരുന്നുണ്ട്. അങ്ങനെ ദേ പോയിതാ വന്ന് ഞാൻ അതിനകത്ത് എന്താണെന്നറിയാമോ, തക്കാളി, പച്ചമുളക്, മുരിങ്ങയ്ക്കായ, അങ്ങനെ എല്ലാ സാധനങ്ങളും കൂടെ കൊണ്ട് ദേ ഇട്ട് കൊടുത്തു. അങ്ങനെ അടിപൊളി മീൻ കറി ഇതാ റെഡിയാവാൻ പോണു. അങ്ങനെ ഇതാ മീൻ കറി റെഡിയായി. അപ്പോൾ നമ്മളെ ചക്കയെല്ലാം റെഡിയായി. അപ്പം നമുക്ക് ചൂടോടെ ഒന്ന് കഴിച്ചു നോക്കണ്ട. കുറച്ച് ചക്കയും അടുപ്പിൽ നിന്ന് തന്നെ കോരി നല്ല ചൂരക്കറിയും കൂടെ ഒഴിച്ച് നമുക്കൊരു കടി അങ്ങ് കടിച്ചു കൊടുക്കാം. അടിപൊളി കേട്ടോ, സൂപ്പറാണ് കേട്ടോ. അറിയാതിരിക്കാൻ പറ്റും, ചൂടോടെ അടുപ്പിൽ നിന്ന് കഴിക്കുമ്പോൾ ഒരു രുചി. അങ്ങനെ ഞങ്ങൾ ചക്കക്കുട്ടൻ്റെ ഇട്ട് ഇങ്ങോട്ട് കുറച്ചെടുത്ത് അങ്ങ് ഒഴിച്ചിട്ട് വായക്കുളത്തിട്ട് ആവുന്നുണ്ട്. അതൊന്നും നിങ്ങളുടെ മുമ്പ് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിത് അടുത്തൊന്ന് ഊതിയിട്ട് കഴിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു, ഗുഡ് മോർണിംഗ്.